CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. അണ്ടത്തോട്, പെരിയമ്പലം, പാപ്പാളി, മന്നലാംകുന്ന് മേഖലകളിലാണ് കടൽക്ഷോഭം മൂലം കടൽ കയറിയിട്ടുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോത്ത് റഹീം എന്ന 30 വയസ്സുള്ള ചേലക്കര സ്വദേശി പൊതുവീട്ടിൽ അബ്ദുൾ റഹീമാണ് അറസ്റ്റിലായത്. റോഡ് നവീകരണം കഴിഞ്ഞെങ്കിലും പെരുമ്പിലാവ് സെന്ററിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. സംസ്ഥാനപാത വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര നിലംപൊത്തി. എളവള്ളി പഞ്ചായത്തിലെ വാഗ കാക്കത്തുരുത്തിൽ മൂക്കോലയിൽ വേലായുധന്റെ വീടിന്റെ മേൽക്കൂരയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നിലംപൊത്തിയത്. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കക്കാട്ട് ചന്ദ്രികയുടെ വീട്ടുകിണറിന്റെ അടിവശമാണ് ഇടിഞ്ഞു വീഴുന്നത്. ചൂണ്ടൽ മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കി പഞ്ചായത്ത് അധികൃതർ. ചൂണ്ടൽ പെട്രോൾ പമ്പിന് മുന്നിൽ തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചത്. കുന്നംകുളം ചാട്ടുകുളത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് കാൽനടയാത്രക്കാരനുൾപ്പെടെ 2 പേർക്ക് പരിക്ക്. കോട്ടപ്പടി സ്വദേശി മനയിൽ വീട്ടിൽ 26 വയസ്സുള്ള ഹരികൃഷ്ണൻ, ആർത്താറ്റ് സ്വദേശി നടശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള അനന്തൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മരത്തംകോട് അല്ലമീൻ ആശുപത്രിക്ക് മുൻപിൽ ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഇയാൾ സ്വദേശി 23 വയസ്സുള്ള യദുകൃഷ്ണനാണ് പരിക്കേറ്റത്. കുന്നംകുളം കാണിപ്പയ്യൂർ മാന്തോപ്പ് പാടശേഖരത്തിലെ പോട്ടക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സമീപവാസിയായ കാണിപ്പയ്യൂർ സ്വദേശി ഇടവന വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ 49 വയസ്സുള്ള ജഗതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇയാൾ കുളത്തിൽ വീണത്. കോൺഗ്രസ് പെരുമ്പടപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. ജൽജീവൻ പദ്ധതിയുടെ പേരിൽ വെട്ടിപ്പൊളിച്ച സംസ്ഥാനപാത ഉൾപ്പെടെയുള്ള റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾ സമാപിച്ചു. കേച്ചേരി പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച് കേച്ചേരി സെന്റർ വരെയുള്ള മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന 80-കാരിയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കല്ലാട്ട് ബാലാമണിയമ്മയെയാണ് വെള്ളാറ്റഞ്ഞൂർ പുഷ്പസദൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത്. ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധ്യാപകർക്കായി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. കടവലൂർ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെ കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി 10 ദിവസമായി നടത്തിവന്ന 1ാം-ഘട്ട ജനകീയ പ്രക്ഷോഭം സമാപിച്ചു. പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധം ഒപ്പായി രേഖപ്പെടുത്തിയ ഭീമഹർജി സമർപ്പിച്ചുമാണ് ജനകീയ പ്രക്ഷോഭം സമാപിച്ചത്. എരുമപ്പെട്ടി ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമവും മുൻ മാനേജർമാർ, PTA പ്രസിഡന്റുമാർ എന്നിവരെ ആദരിക്കലും നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനെ കൊടിയേറി. ഇന്ന് പുലർച്ചെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ചാവക്കാട് ആശുപത്രി റോഡിനോട് ചേർന്ന വൈലി ക്ഷേത്രത്തിന് സമീപമുള്ള പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെളിച്ചം വടക്കേകാട് എന്ന പേരിലുള്ള പ്രവാസി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വടക്കേകാട് നായരങ്ങാടി വെൽഫെയർ പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻസാർ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് UAE ചാപ്റ്റർ നമ്മൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സീസൺ 2 സംഘടിപ്പിച്ചു. CITU ചാവക്കാട് ഈസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പുതുവർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ മുണ്ടത്തിക്കോട് DV LP സ്കൂളിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.